ഹലോ! അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ വീണ്ടും ഒരു കോലാഹലം വരാൻ പോകുന്നു. അതേ പ്രേക്ഷകരെ, നമ്മുടെ ചന്ദ്രമതി വർഷയെ വിളിക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ നമുക്ക് ആദ്യം കാണുവാൻ സാധിക്കുന്നത്. എന്നിട്ട് വർഷയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, "അവന് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു" എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, "എനിക്ക് ദാഹിച്ചാൽ ആന്റി വെള്ളം കുടിച്ചാൽ എൻ്റെ ദാഹം മാറുമോ? അതുപോലെ തന്നെയാണ് എനിക്ക് ഈ പ്രശ്നവും. ഞാൻ ഒരിക്കലും ഇതിൽ സോൾവ് ആക്കാൻ നിൽക്കുന്നില്ല" എന്നും പറഞ്ഞിട്ട് തറപ്പിച്ച് തന്നെ ഉത്തരം പറയുന്നൊക്കെയാണ് ട്ടോ. അപ്പോൾ ചന്ദ്രമതി ഇത് അവിടെ ചെന്ന് വീട്ടിൽ ചെന്ന് ഭയങ്കര സീനൊക്കെ ആക്കുന്നുണ്ട്. "കണ്ടോ ഇനി അവൻ അവിടെ തന്നെ സ്ഥിരതാമസമാക്കും. എൻ്റെ മകനെയും കൂടിയാണ് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന്" പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി ഭാമയോടും എല്ലാവരോടും പറഞ്ഞിങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് കരയുന്നൊക്കെയുണ്ട് ട്ടോ. ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തോ കാര്യം ഇങ്ങനെ ചർച്ച ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട്, "ശ്രീകാന്തിനെ കൂടി വിളിക്ക്" എന്ന് പറയുന്നുണ്ട്. അപ്പൊ സച്ചി പറയുന്നുണ്ട്, ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ട് അച്ഛന്റെ മുന്നിൽ ഇങ്ങനെ മുട്ടുകുത്തി എന്ന് പറയുന്നുണ്ട്. "അച്ഛാ, ശ്രീകാന്ത് അതിനുശേഷം ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ" എന്ന് പറയുന്നുണ്ട് ട്ടോ. അപ്പൊ അച്ഛൻ, "ഓ, അവനിപ്പോ ഇവിടെ ഇല്ലല്ലേ" എന്നുള്ള രീതിയിൽ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയും നമ്മുടെ അച്ഛന്റെ മുഖത്തേക്ക് നമ്മുടെ സച്ചി ഇങ്ങനെ ആ ഒരു വേദനയോടുകൂടി നോക്കി നിൽക്കുകയും ചെയ്യുന്ന ഒരു രംഗത്തിൽ തന്നെയാട്ടോ കൂട്ടുകാരെ പ്രൊമോ അവസാനിക്കുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയാകും? സച്ചിനെ എങ്ങനെയെങ്കിലും ശ്രീകാന്തിനെ തിരികെ കൊണ്ടുവരാനായിരിക്കും ശ്രമിക്കുന്നത്. അതിനുവേണ്ടി മിക്കവാറും നമ്മുടെ വർഷയുടെ അടുത്ത് പോയിക്ക് സോറി പറയാനും ചിലപ്പോൾ സച്ചി ശ്രമിക്കുമായിരിക്കും അല്ലേ? കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.